ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ സന്നിധാനത്ത് എസ്ഐടിയുടെ പരിശോധന ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് എത്തിയ എസ്ഐടി സംഘം ശ്രീകോവിലിന് സമീപത്തെ സ്വർണ്ണപ്പാളിയിലും സ്ട്രോങ് റൂമിലുമടക്കം പരിശോധന നടത്തിയെന്നാണ് സൂചന. വിവരങ്ങളുമായി പ്രസാദ് MJ ചേരുന്നു. പ്രസാദ്, ഇന്നും സന്നിധാനത്ത് എസ്ഐടിയുടെ പരിശോധന ഉണ്ടാകും എന്നതാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, SITയുടെ അന്വേഷണ സംഘത്തിന്റെ കാലാവധി അവസാനിക്കാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ ദ്രുതഗതികൾ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് സംഘം കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. ഇതിനു മുന്നോടിയായി കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ശാസ്ത്രീയ പരിശോധനയുടെ VSCC നിന്നും ലഭ്യമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഈ സംഘം കൊടുത്തത്. അതിനെ തുടർന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വീണ്ടും കൂടുതൽ പരിശോധന നടത്തി കഴിഞ്ഞ 20 വർഷം വരെയുള്ള കാലങ്ങളിലെ എല്ലാ കണക്കെടുപ്പുകളും നടത്തി അവിടെ സ്ട്രോങ് റൂമും മറ്റും പരിശോധിച്ച് ഉടൻ തന്നെ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ മുതിർന്ന തലവൻ കൂടിയായ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം പരിശോധന ഇന്നും തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് നമുക്ക് അവിടെ നിന്നും ലഭ്യമായ വിവരമനുസരിച്ച് 1917 കൊടിമര നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർണായക നീക്കമാണ് SIT ഇന്നലെ കണ്ടെത്തിയത്. അന്ന് ഇതിന്റെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു കുറുപ്പ് എന്ന ഒരു റിട്ടയർഡ് ജഡ്ജിയെ ഇതുമായി ബന്ധപ്പെട്ട് ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം ഹൈക്കോടതിയിൽ ഇതിന്റെ ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ നൽകിയിരുന്നു. പക്ഷെങ്കിൽ SIT ഇന്നലെ കണ്ടെത്തിയത് ആ റിട്ടയർഡ് ജഡ്ജി നൽകിയ റിപ്പോർട്ട് ദേവസ്വം മാനുവലിൽ കാണാത്തിനെ തുടർന്നാണ് അന്ന് കൊടിമര നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള വാജിവാഹനവും അഷ്ടദിക്പാലകരും എവിടെ എന്നുള്ള ഒരു ചോദ്യം വളരെയധികം നിർണായകമായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ സ്ട്രോങ് റൂം പരിശോധിച്ചപ്പോഴാണ് ചാക്കിൽ കിട്ടിയ നിലയിൽ അഷ്ടദിക്പാലകരെ കണ്ടെത്തിയത്. തുടർന്ന് എന്തുകൊണ്ട് ഇത് എന്ന് കൊണ്ടുവച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ദേവസ്വം രജിസ്റ്ററിൽ ഇത് രേഖപ്പെടുത്തിയിട്ടില്ല, ഇതിനു മുമ്പ് തന്നെ ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്ത് കണക്കെടുപ്പ് നടത്തിയപ്പോഴും ഈ അഷ്ടദിക്പാലകരുടെയും വാജിവാഹനത്തിന്റെയും റിപ്പോർട്ട് കണ്ടെത്തിയിരുന്നില്ലെന്നുള്ളൊരു അഭിയോഗവും നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ SIT സംഘം ഈ വാജിവാഹനത്തെ ചാക്കിൽ കെട്ടിയ നിലയിൽ സ്ട്രോങ് റൂമിൽ കണ്ടെത്തിയത്. ഇത് ഏകദേശം കോടിക്കണക്കിന് രൂപയോളം വിലപിടിപ്പുള്ളതാണ് അഷ്ടദിക്പാലകരുടെ ഈ ചാക്കിൽ കെട്ടിയ ഈ രൂപം കണ്ടെത്തിയിട്ടുള്ളത്. തുടർന്ന് ഇന്നും അവിടെ കട്ടളപ്പാലയും ദ്വാരകപാലി പാരക ശില്പത്തെയും മറ്റുമുള്ള സ്വർണം മുറിച്ചെടുത്ത് ശാസ്ത്രീയ പരിശോധന നടത്തുന്നതിന്റെ തുടർ പ്രക്രിയ നടത്തുകയും ചെയ്യും ദീപ്തി. പക്ഷെങ്കിൽ ദീപ്തി, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നിർണായകമാകാൻ പോകുന്നത് 2-3 ആഴ്ചക്കുള്ളിൽ അന്വേഷണത്തിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി SIT ഇപ്പോൾ സർക്കാരിനോട് തങ്ങൾക്ക് ഒരു സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ച് ഇതിന്റെ കോടതിയിൽ ഇതിന്റെ കാര്യങ്ങൾ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിലെ ഒരു മുതിർന്ന അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണനെ ഇപ്പോൾ നാളെയോ മറ്റന്നാളോ ഈ കേസുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള നിയമിക്കാനും തീരുമാനിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ദിവസങ്ങളിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണത്തിന്റെ തീരുമാനം. ദീപ്തി, ഇന്നും ഈ സന്നിധാനത്തെ പരിശോധന ബാക്കിയുള്ള കാലങ്ങളിലെ, അതായത് 20 വർഷത്തേക്കുള്ള കാലങ്ങളിൽ എന്തൊക്കെ ക്രമക്കേടുകളാണ് അവിടെ നടന്നിട്ടുള്ളത് അതിന്റെ എല്ലാം കൂടെ റിപ്പോർട്ടോട് നടത്താൻ ഹൈക്കോടതി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ പരിശോധനകളും സന്നിധാനത്ത് ഇന്ന് തുടരും. ദീപ്തി, ശരി. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ സന്നിധാനത്ത് SITയുടെ പരിശോധന ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് എത്തിയ SIT സംഘം ശ്രീകോവിലിന് സമീപത്തെ സ്വർണ്ണപ്പാളിയിലും സ്ട്രോങ് റൂമിലടക്കം പരിശോധന നടത്തി എന്നാണ് സൂചന. പ്രസാദ് MJ ആണ് വിവരങ്ങൾ നൽകിയത്.